ഹായ്. സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കുന്നു. നിങ്ങൾ അറിയിക്കുന്ന ജീവിതത്തിലേക്കുള്ളൊരു യാത്ര. ഇന്ന് നമ്മളുടെ വീഡിയോ അതാണ്. ജോലി, കുടുംബം, വിജയം എന്നിവ ഉണ്ടെങ്കിൽ പോലും എല്ലാം ശരിയാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തോ നഷ്ടപ്പെട്ടതായി തോന്നിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ ഫുൾഫിൽമെന്റ് ആണ്. അതായത് പൂർത്തീകരണമാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ പൂർത്തീകരിക്കാത്തതാണ് പ്രശ്നം. ആനന്ദമാണ്. സന്തോഷം കിട്ടാൻ ഒരു ഫോൺ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ കാറ്, വീട് എന്നിവയൊക്കെ വാങ്ങിയാൽ മതി. എന്നാൽ ആഴമേറിയതും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ് പൂർത്തീകരണം അഥവാ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ആരുടെയെങ്കിലും ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ നമുക്ക് പൂർത്തീകരണം ലഭിക്കുന്നു. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച അവൾ കൗൺസിലറായി. എന്തിനാന്ന് വെച്ചാൽ ഒരു സംതൃപ്തി കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് കൗൺസിലറാകുമ്പോൾ കുറേ പേരുടെ പ്രയാസങ്ങൾക്കൊരു അത്താണിയായി മാറാൻ സാധിച്ചത് കൊണ്ട് ആ കുട്ടിക്ക് ജീവിതത്തിൽ ഫുൾഫിൽമെന്റ് കിട്ടുന്നത് അതിലൂടെ. അങ്ങനെ നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ ഒരു മാറ്റം വരുത്തുമ്പോഴാണ് നമുക്ക് ഫുൾഫിൽമെന്റ് കിട്ടുന്നത്. ഈ ഫുൾഫിൽമെന്റിന്റെ 4 തൂണുകളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഒന്ന്, ഉദ്ദേശ്യം. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതെന്ന് നിങ്ങൾ തന്നെ അറിയും. അതായത് നിങ്ങളുടെ പർപ്പസ് അറിയണം. 2, അഭിനിവേശാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷമില്ലാതിരിക്കുക. 3, സാന്നിധ്യം. അതായത് വർത്തമാന കാലത്തിൽ ജീവിക്കുക. ഭാവിയെക്കുറിച്ചോ ഭൂതത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ഇന്നിപ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കുന്നു അത് മാത്രം അറിഞ്ഞ് മുന്നോട്ട് പോകുക. 4, ഈ ബാഹ്യ സാഹചര്യത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും ആന്തരികമായ ശാന്തത കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിലും സമാധാനം കണ്ടെത്തുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ പല ആളുകളും ജീവിതത്തിൽ സാമ്പത്തികവും ബാക്കി കാര്യങ്ങളും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ നമുക്ക് വിജയിച്ചതായിട്ട് അവരെ പറ്റി തോന്നുമെങ്കിലും അവർക്ക് സന്തോഷം അനുഭവപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കൂടാതെ അവർക്ക് ബാഹ്യവസ്തുക്കളോടുള്ള ആസക്തി കൂടുതലായിരിക്കും. മൂല്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് എന്ത് ലഭിച്ചാലും സന്തോഷവും സംതൃപ്തിയും തോന്നാത്തത്. ഉദാഹരണമായിട്ട് വിജയിയായ ഒരു CEO, ഒരു വലിയൊരു കമ്പനിയുടെ CEO, എല്ലാം കൊണ്ടും അദ്ദേഹം വിജയിയാണ്. എന്നാൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി. അദ്ദേഹത്തിന് ഒരു കേടും പറ്റിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആഡംബര കാറ് തകർന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒപ്പം തകർന്നു പോയി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ, ഡോക്ടർ ആത്മഹത്യ ചെയ്തതൊക്കെ. ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന അദ്ദേഹം പോലും തനിക്ക് രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തകർന്നു. കാരണം എന്താണ്? ഫുൾഫിൽമെന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഫുൾഫിൽമെന്റിലേക്ക് എത്താനുള്ള ഘട്ടങ്ങൾ, ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു ദൗത്യം ഉണ്ടാവണം എന്നുള്ളത്. ആ ദൗത്യം നമ്മൾ എഴുതി വെക്കും വേണം. അതായത് ഒരു മിഷൻ ഉണ്ടാവണം എന്നർത്ഥം. 2, നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച 5 മൂല്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. 3, നമ്മുടെ ഊർജത്തെ ചോർത്തി കളയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നതും മറ്റുള്ളവരുമായി തർക്കിക്കുന്നതും ഒക്കെ, മറ്റുള്ളവരുടെ ഗോസിപ്പുകൾ പറയുന്നതൊക്കെ നമ്മുടെ ഊർജത്തെ ചോർത്തി കളയുന്ന കാര്യമാണ്. അങ്ങനത്തെ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായി വീണ്ടും വീണ്ടും ബന്ധപ്പെടുക. നമ്മളുടെ ഒക്കെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് ഉണ്ട്. അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് താലോലിക്കണം. അതായത് സ്വയത്തോട് നമ്മൾ സംസാരിക്കാൻ അർത്ഥം. പിന്നെ സന്തോഷം വളർത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രഭാതത്തിൽ നിശബ്ദത ശീലിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നന്ദി പറയുക എന്നുള്ളത്. നമുക്ക് ലഭിച്ചതിൽ നന്ദി പറയുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കും. കൂടാതെ ചെറിയ ചെറിയ ദയാപ്രവർത്തികളൊക്കെ ചെയ്യുക. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു സഹായങ്ങളും ചെയ്തു കൊടുക്കുക. തെറ്റായ തിരഞ്ഞെടുപ്പുകൾക്ക് ഇല്ല എന്ന് പറയുക. അതായത് ആരെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ അത് അവരെന്ത് വിചാരിക്കും എന്ന് ചെയ്യുന്നതിന് പകരം നമുക്ക് താല്പര്യമില്ലെങ്കിൽ നോ എന്ന് പറയാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ സന്തോഷം ലഭിക്കണമെങ്കിൽ ഏറ്റവും വേണ്ടത് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. പൂർത്തീകരണം അഥവാ ഫുൾഫിൽമെന്റ് ലഭിക്കാൻ നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവണം. ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടാവണം. ആ പർപ്പസിന് വേണ്ടി പ്രവർത്തിക്കണം നമ്മൾ. എന്നിട്ട് നമുക്ക് ഒരു വളർച്ചയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഫുൾഫിൽമെന്റ് കിട്ടും. നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിജീവിക്കുകയാണ്. ആ അതിജീവനം നിർത്തി ജീവിതം ആരംഭിക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കേണ്ടതാണ്.
സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ ചേരുക. യഥാർത്ഥത്തിൽ എനിക്ക് എന്താണ് ഇവിടെ നിറവേറ്റാനുള്ളത് എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. അതിനായി സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്